ശബരിമല മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ ആചാരമല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. തേങ്ങ ഉരുട്ടൽ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും കോടതി പറയുന്നു. 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത സംഭവം മനഃപൂർവ്വമായിരിക്കില്ലെങ്കിലും അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, തേങ്ങ ഉരുട്ടൽ അവസാനിപ്പിക്കേണ്ട ചടങ്ങാണെന്ന് കോടതി പറയുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ? ലക്ഷ്മി, ശബരിമലയിലെ ദർശനവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇത്തരം ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടൽ ആചാരമല്ല എന്നാണ് കോടതി പറയുന്നത്. ഇത്തരത്തിൽ ആചാരമല്ലാത്ത ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഈ ശബരിമലയിൽ വലിയ തോതിൽ തിരക്കുണ്ട്. ഈ ഒരു സമയത്ത് ഇത്തരം ഒരു ആചാരമല്ലാത്ത ഈ ഒരു ചടങ്ങ് അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് ആചാരമായിട്ടല്ല, പഴയ മുൻപ് ആളുകൾ ചെയ്തു വന്ന ഒരു കീഴ്വഴക്കമായി വന്നതാണ്. ഇത് ആചാരമായി കണക്കാക്കാൻ പറ്റില്ല ഇത്തരത്തിൽ തേങ്ങ ഉരുട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഇന്ന് കോടതിയെ അറിയിച്ചത് 74,463 പേർ ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തി എന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ 18ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഈ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത്. മനഃപൂർവ്വമായിരിക്കില്ല ഇത്തരത്തിലുള്ള പോലീസുകാരുടെ നടപടി, എങ്കിലും ഇത് അംഗീകരിക്കാനാവില്ല എന്നാണ് കോടതി പറഞ്ഞത്. അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് പോലീസ് ശബരിമലയിൽ ചെയ്യുന്നത്. ഭക്തരുടെ സുരക്ഷിത തീർത്ഥാടനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പക്ഷേ ഇത്തരത്തിൽ ഫോട്ടോ എടുത്തത് മനഃപൂർവ്വമല്ലെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു. ശബരിമല മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ ആചാരമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 18ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത സംഭവം, പോലീസുകാർ ഫോട്ടോ എടുത്ത സംഭവം മനഃപൂർവ്വം ആയിരിക്കില്ല എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഹൈക്കോടതി പറയുകയാണ്.